അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാൻ മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. പ്ലാൻ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ഒന്ന് ട്രോപ്പിക് മൂവ്മെന്റും, രണ്ട് നാസ്റ്റിക് മൂവ്മെന്റും. അതെന്താണ് സാർ ട്രോപ്പിക് മൂവ്മെന്റ്, അതെന്താണ് സാർ നാസ്റ്റിക് മൂവ്മെന്റ്? ഇതാ പിടിച്ചോ. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു മൂവ്മെന്റ്, ഇപ്പോൾ പ്ലാന്റിന്റെ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന്റെ ഏത് മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനനുസരിച്ച് അത് എന്ത് ചെയ്യുള്ളൂ, സംഭവിക്കുള്ളൂ. ഒരു സ്റ്റിമുലസ്, ഒരു ഉദ്ദീപനത്തിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു മൂവ്മെന്റ് സംഭവിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആ ഉദ്ദീപനത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, ആ ഉദ്ദീപനത്തിന് അക്കോർഡിംഗ് ആയിട്ട്, ആ ഉദ്ദീപനത്തിന്റെ ദിശക്ക് അനുസരിച്ചിട്ടുള്ള ചലനമാണെന്ത്, ട്രോപ്പിക ചലനം. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. വെയിറ്റ്, ഉദാഹരണം ഇപ്പോൾ തന്നെ പറയൂ, ഇപ്പോൾ പറയാം. വെയിറ്റ് എടാ, മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അതായത് സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം, ആ ഉദ്ദീപന ദിശക്ക് അനുസരിച്ചിട്ടുള്ള ചലനമാണെന്ത്, ട്രോപ്പിക ചലനം. എന്ത് ചലനം? ട്രോപ്പിക ചലനം. അതേസമയം ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനം, അതായത് ഉദ്ദീപന ദിശ വേറെ എവിടെന്നെങ്കിലൊക്കെ വരും, അതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഈ പ്ലാന്റിന്റെ മൂവ്മെന്റ്. അതാണെന്ത്, മൂവ്മെന്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അതാണെന്ത്, നാസ്റ്റിക് മൂവ്മെന്റ്. എന്ത് മൂവ്മെന്റ്? നാസ്റ്റിക് മൂവ്മെന്റ്. അപ്പോൾ ഇനി ഉദാഹരണം പറയാം. അപ്പോൾ ഒന്നും കൂടി ക്ലിയർ കട്ടാവും. ഓക്കെ, ഇതാ പിടിച്ചോ. ട്രോപ്പിക് മൂവ്മെന്റിന്റെ ഉദാഹരണം ഇതാ. ഒന്ന് പ്രകാശ ട്രോപ്പിക ചലനം, അതായത് ഫോട്ടോട്രോപ്പിസം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ലൈറ്റ് ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തേക്ക് പ്ലാന്റ് ഇങ്ങനെ വളരും. ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് പ്ലാന്റ് വളരും. അതായത് ലൈറ്റ് ഈ ഭാഗത്തു നിന്നാണ്, അപ്പോൾ സ്റ്റിമുലസ് എന്താണ്, ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ആ സ്റ്റിമുലസിനോട് ടുവേർഡ്സ് ആയിട്ടായിരിക്കും ആര് വളരുക, ഷൂട്ട് വളരുക, ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മ് വളരുക. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് വളരുക, അതിന്റെ റൂട്ട് വളരുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പ്ലാന്റ് ആണ് എന്ന് വിചാരിക്കും. ഇതൊരു പ്ലാന്റ്, ഓക്കെ, ഇതൊരു പ്ലാന്റ്. ഇവിടെ ആരുണ്ട്? സൂര്യനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഷൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മ് അത് ഏത് ഭാഗത്തേക്ക് വളരുക? അതാ ഈ ഒരു സൂര്യൻ്റെ ഭാഗത്തേക്ക് വളരുക. അതേസമയം അതിൻ്റെ റൂട്ട് എന്താണ്, നേരെ ഓപ്പോസിറ്റേക്ക് വളരുക, അല്ലേ? അല്ലാതെ റൂട്ടും ആ ഒരു സൂര്യൻ്റെ ഭാഗത്തോട്ട് അങ്ങനെ മുകളിലേക്ക് വളരുമോ? ഇല്ലല്ലോ, റൂട്ട് താഴോട്ട് വളരുക. അപ്പോൾ ഒരാൾ എന്താ ടുവേർഡ്സ് ആണ്, മറ്റാൾ നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഇവർ രണ്ടാണെങ്കിലും, ഇവിടെ റൂട്ടാണെങ്കിലും സ്റ്റെം ആണെങ്കിലും രണ്ടാളും എന്തുണ്ട്, ആ ഒരു സ്റ്റിമുലസിനോട്, ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിമുലസിനോട്, പ്രകാശം എന്ന് പറയുന്ന ഈ ഒരു ഉദ്ദീപനത്തിനോട് എന്തുണ്ട്, ഒരു അനുസരണ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അതിന് നേരെ കരം, അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നേരായാലും ഓപ്പോസിറ്റ് ആണെങ്കിലും അതിനെന്തുണ്ട്, അതിനോടൊരു ബന്ധം പുലർത്തുന്നുണ്ട്. ബന്ധമുണ്ട്. നേരെ മറിച്ച് നാസ്റ്റിക് മൂവ്മെന്റിന്റെ പോലെയല്ല. നാസ്റ്റിക് മൂവ്മെന്റ് പറഞ്ഞാൽ പ്രകാശം ഇപ്പോൾ അവിടുന്ന് വരുന്നുണ്ടാവും, പ്ലാന്റ് എങ്ങോട്ടേലൊക്കെ വളരുന്നുണ്ടാവും, തോന്നിയ പോലെ വളരുക. അതാണെന്ത്, നാസ്റ്റിക് മൂവ്മെന്റ്. എന്നാൽ ഞാൻ അടുത്ത ഉദാഹരണം പിടിക്കൂ. അടുത്ത ഉദാഹരണം ഇത് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം, അതായത് ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു ചെടിയാണെന്നുണ്ടെങ്കിലും ആ ചെടിൻ്റെ ഗ്രാവിറ്റി എങ്ങോട്ടേക്കും താഴോട്ടായിരിക്കും. നമ്മളെ ഗ്രാവിറ്റി എങ്ങോട്ടാ, താഴോട്ടാണ്. അപ്പോൾ താഴോട്ടാണ് ആരും വളരുന്നത്, റൂട്ടും വളരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൂട്ട് എന്താണ്, റൂട്ട് ആ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഭൂഗുരുത്വം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദീപനത്തിനോട് കറസ്പോണ്ടിങ് ആയിട്ട്, അതിന് ടുവേർഡ്സ് ആയിട്ട്, അതിന് നേരെ ആയിട്ടാണ് വളരുന്നത്. പക്ഷെ അതിൻ്റെ സ്റ്റെമ്മ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വളരുന്നത്. പക്ഷെ ഇവർ തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്. ഒന്നെങ്കിൽ അത് നേരെക്കാരം, അതായത് അതിന്റെ റൂട്ട് എപ്പോഴും നേരെക്കാരം, അതിന്റെ സ്റ്റെം എപ്പോഴും എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അവർ തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതാണെന്ത്, ട്രോപ്പിക് മൂവ്മെന്റ്. അപ്പോൾ ട്രോപ്പിക് മൂവ്മെന്റിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണെന്ത്, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം അല്ലെങ്കിൽ ജിയോട്രോപ്പിസം. ഇനി മൂന്നാമത്തെ ഉദാഹരണമാണെന്ത്, ജലട്രോപ്പിക ചലനം. ഇപ്പൊ ജലം നോക്കടാ, ഇതിന്റെ വേര് നോക്കടാ, ജലം ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ വേര് ഇങ്ങോട്ടേക്ക് വളരും. അപ്പോൾ എന്താണ്, ജലം എവിടെയാണുള്ളത് ആ ഭാഗത്തേക്ക് അത് വളരും. ഈ അടുത്തത് സ്പർശ ട്രോപ്പിക ചലനം അല്ലെങ്കിൽ ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ടച്ചാണ് അവിടുത്തെ ഉദ്ദീപനം വരുന്നത്. ടച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എന്താണ്, ഇതൊരു ചെടിയാണ് വിചാരിക്കും, ഇതൊരു കമ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പ് ഇങ്ങനെയാണ് വെക്കുന്നെങ്കിൽ ഈ ചെടി ഇങ്ങനെയാണ് വളരുക. ഈ കമ്പ് ഇങ്ങനെ ചെരിച്ച് വെക്കുകയാണെങ്കിൽ ഈ ചെടി ചെരിഞ്ഞ് വളരും. ഈ കമ്പ് ഒന്നും കൂടി ചെരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ചെരിഞ്ഞ് ഒന്നും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യും, ചെരിഞ്ഞ് വളരും. ഇനി വേറെ രീതിയിൽ പന്തലിട്ട് കൊടുത്തിട്ടാണ് ഇതിനെ വളർത്തുന്നതെങ്കിൽ അത് ആ രീതിയിൽ വളരും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പയറ്, ബീൻസ്, കയ്പ, ഇതൊക്കെ പാവക്ക, ഈ സാധനങ്ങളൊക്കെ വളർത്തുമ്പോൾ ആ ഒരു കോല് അല്ലെങ്കിൽ ആ ഒരു കമ്പ്, ആ ഒരു വടി എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വളർച്ച ഉണ്ടാവുക, അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപ്പിക ചലനം. ഇതിൻ്റെ ഉദ്ദീപനം എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആര് വളരും, പൊള്ളൻ ട്യൂബ്. അല്ലെങ്കിൽ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഓവറി പറഞ്ഞ സാധനമുണ്ട്, ഈ ഓവറി കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തേക്ക് ആര് വരും, പൊള്ളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളിങ്ങനെ വളരും. ഓക്കെ, അതിൻ്റെ ഉദാഹരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ട്രോപ്പിക് മൂവ്മെൻറ്റിന് 5 ഉദാഹരണമാണുള്ളത്. ഒന്ന്
പ്രകാശ ട്രോപ്പിക ചലനം, 2 ഭൂഗുരുത്വ ട്രോപ്പിക ചലനം, 3 ജല ട്രോപ്പിക ചലനം, 4 സ്പർശ ട്രോപ്പിക ചലനം, 5 രാസ ട്രോപ്പിക ചലനം. ഹൈഡ്രോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം, കീമോട്രോപ്പിസം, ജിയോട്രോപ്പിസം ആൻഡ് ഹെപ്റ്റോട്രോപ്പിസം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലെല്ലാത്തിലും എന്തുണ്ട്, ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ഉദ്ദീപനവും അതുപോലെ തന്നെ പ്ലാന്റിന്റെ മൂവ്മെന്റും തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധമുണ്ട്. അത്തരത്തിൽ ബന്ധമുള്ളത് എന്താണ്, ടോപ്പാണ്. ബന്ധമുള്ളത് എന്താണ്, ടോപ്പാണ്. ഇതാ മൂവ്മെന്റ് അക്കോർഡിംഗ് ടു ദി ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ്, സ്റ്റിമുലസിന്റെ ഡിറക്ഷനോട് അക്കോർഡിംഗ് ആണ് ഇത് മൂവ്മെന്റ്. അപ്പോൾ ഓരെന്താണ്, ടോപ്പാണ്, നല്ല ഉഷാറാണ്, നല്ല മക്കളാണ്, ഗുഡ് മക്കളാണ്, അനുസരണയുള്ള മക്കളാണ്, ബന്ധമുള്ള മക്കളാണ്. അതുകൊണ്ട് അത് എന്ത് മൂവ്മെന്റ്, ട്രോപ്പിക് മൂവ്മെന്റ്. ഒരു ടോപ്പാണ്, സോ ട്രോപ്പിക് മൂവ്മെന്റ്. പക്ഷെ ഇത് നോക്കടാ, നാസ്റ്റിക് മൂവ്മെന്റ്. നാസ്റ്റിക് മൂവ്മെന്റ് ഒരു ദുഷ്ടൻ, നാസ്തിക ചലനം ഒരു ദുഷ്ടൻ. മൂവ്മെന്റ് നോട്ട് അക്കോർഡിംഗ് ടു ദി ഡിറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആ, അതായത് ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനം. ഉദ്ദീപനം ഇവിടെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ ചലനം അതുമായി യാതൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു അനുസരണയില്ല, ഒരു നക്കി എന്നൊക്കെ നമുക്ക് പറയാം, നക്കി. അതുകൊണ്ട് നാസ്തിക ചലനം. അങ്ങനെ കണക്ട് ചെയ്യാം. ഇത് ടോപ്പാണ്, അതുകൊണ്ട് ട്രോപ്പിക ചലനം, കാരണം അനുസരണയുണ്ട്, ബന്ധമുണ്ട്. ഇന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പെട്ടിയാണ്. ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കാം. പ്രകാശ ട്രോപ്പിക ചലനം, ഉദ്ദീപനം എന്തായിരിക്കും, പ്രകാശമായിരിക്കും. പ്രകാശം ഉദ്ദീപനം പ്രകാശം, അതായത് ലൈറ്റ് ആയിരിക്കും സ്റ്റിമുലസ്. ഇനി ഇവിടെ ഈ ലൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ചെടിയാണെങ്കിൽ ലൈറ്റ് ഈ ഭാഗത്തു നിന്നാണ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, അതിൻ്റെ സ്റ്റെം എങ്ങോട്ടാ വളരുക, ആ ഭാഗത്തോട്ടല്ലേ വളരുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാണ്ഡത്തിൻ്റെ ചലനദിശ, ഡിറക്ഷൻ ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ഷൂട്ട് എന്തായിരിക്കും, ടുവേർഡ്സ് ദ ലൈറ്റ് ആയിരിക്കും. ടുവേർഡ്സ് ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ വേര് നേരെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. വേരെന്താണ്, എതിർ ദിശയിലായിരിക്കും. ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. എന്നാൽ അടുത്തത് ജിയോട്രോപ്പിസം, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെടി കുഴിച്ചിട്ടും, അപ്പോൾ അവിടുത്തെ ഭൂഗുരുത്വ ട്രോപ്പിക ചലനത്തിലെ ഉദ്ദീപനം എന്തായിരിക്കും, ഭൂഗുരുത്വം അല്ലെങ്കിൽ ഗ്രാവിറ്റി ആയിരിക്കും. ഭൂഗുരുത്വം അല്ലെങ്കിൽ ഗ്രാവിറ്റി. ഇനി ബുദ്ധി വെച്ച് പറയാം കേട്ടോ. ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടായിരിക്കും. റൂട്ട് എപ്പോഴും താഴോട്ടാണ് വളരുക. സ്വാഭാവികമായിട്ടും റൂട്ട് എന്തായിരിക്കും, റൂട്ട് ഗ്രാവിറ്റിക്ക് നേരെ, ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ്, ഗ്രാവിറ്റിയും താഴോട്ടാണ്, റൂട്ടും താഴോട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റിക്ക് ടുവേർഡ്സ് ആയിരിക്കും ആരുടെ വളർച്ച, റൂട്ടിൻ്റെ വളർച്ച. അപ്പോൾ ഇത് ടുവേർഡ്സ്. അതേസമയം സ്റ്റെമ്മ് നേരെ ഓപ്പോസിറ്റ്, എതിർ. ഓക്കെ, മറ്റേതെന്തായിരിക്കും, നേരെ ആയിരിക്കും. എന്നാൽ ഞാൻ അടുത്തത് ജലട്രോപ്പിക ചലനം. നമ്മളിപ്പോൾ ഒരു ചെടി കുഴിച്ചിട്ടു, ജലം ഈ ഭാഗത്താണ് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും വേര് ആ ഭാഗത്തോട്ടാണ് വളരുക, അല്ലേ? അതെ. അപ്പോൾ വേരിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും, ടുവേർഡ്സ് ആയിരിക്കും. ടുവേർഡ്സ് ആയിരിക്കും. അതേസമയം കാണ്ഡം എന്തായിരിക്കും, കാണ്ഡം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? അതെ. അപ്പോൾ കാണ്ഡം എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടുത്തെ ഗ്രാവിറ്റി എന്താണ്, വാട്ടർ, ജലമായിരിക്കും. ഓക്കെ. കാണ്ഡത്തിൻ്റെ ചലനദിശ എതിർ ദിശയിലും വേരിൻ്റെ ചലനദിശ നേരെയുമായിരിക്കും. ഇത് നമ്മൾ കറക്റ്റ് ഫില്ല് ചെയ്തു. ഇനി രണ്ട് ചലനം കൂടി അവിടെ ബാക്കിയുണ്ട്. ഒന്ന് ഹാപ്റ്റോട്രോപ്പിസവും മറ്റേത് കീമോട്രോപ്പിസവുമാണ്. ഹാപ്റ്റോട്രോപ്പിസം അല്ലെങ്കിൽ സ്പർശ ട്രോപ്പിക ചലനത്തിലെ ഉദ്ദീപനം എന്ന് പറയുന്നത് ടച്ചാണ്. ടച്ച് അല്ലെങ്കിൽ സ്പർശമാണ്. ഓക്കെ. എങ്ങനെയാണോ ടച്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ചെടി വളർത്തുമ്പോൾ, ഒരു പയർ ചെടി വളർത്തുമ്പോൾ കമ്പ് നേരെ വെക്കുകയാണെങ്കിൽ അത് നേരെ വളരും. കമ്പ് ചെരിച്ചിട്ടാണ് വെക്കണമെങ്കിൽ അത് ചെരിഞ്ഞ് വളരും. കമ്പ് ഇങ്ങനെ തിരിച്ചു വെക്കുകയാണെങ്കിൽ അതിങ്ങനെ തിരിഞ്ഞ് വളരും. അങ്ങനെ ആ ഒരു ടച്ചിനനുസരിച്ചാണ്, ആ ഒരു പ്രതലത്തിനനുസരിച്ചാണ് അത് വളരുക. ഓക്കെ. ഇനി അടുത്തത് കീമോട്രോപ്പിസം, രാസട്രോപ്പിക ചലനം. അവിടെയുള്ള ഉദ്ദീപനം എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ. അതായത് രാസവസ്തുക്കൾ എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഭാഗത്തോട്ടേക്ക് വളരും. ഉദാഹരണമുണ്ട്, പിടിച്ചോളൂ. ഗ്രോത്ത് ഓഫ് പൊള്ളൻ ട്യൂബ് ടുവേർഡ്സ് ഓവറി, അതായത് പരാഗനാളി അണ്ഡാശയത്തിനടുത്തേക്ക് വളരുന്നു. അതെന്തിനാ സാർ അണ്ഡാശയത്തിനടുത്തേക്ക് വളരുന്നത്? അണ്ഡാശയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽസിൽ എന്ത് ചെയ്തു, സ്റ്റിമുലേഷൻ സംഭവിച്ചിട്ട് പരാഗനാളി നേരെ അങ്ങോട്ടേക്ക് വരും. കണ്ടോളൂ. ഈ പരാഗനാളി ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, അണ്ഡാശയത്തിലേക്ക്, ഓവറിലേക്ക് വരും. കാരണം അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം വള്ളികൾ താങ്ങിൽ ചുറ്റി വളരുന്നു. ടെൻഡ്രിൽസ് ഗ്രോസ് ടുവേർഡ് സപ്പോർട്ടിനനുസരിച്ച് ഇങ്ങനെ വളരുന്നു. അതെന്താണ്, ഹാപ്റ്റോട്രോപ്പിസം ആണ്. ബിക്കോസ് അവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്പർശം അല്ലെങ്കിൽ ടച്ചാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്, നാസ്തിക ചലനമാണ്. നാസ്തിക ചലനം നമ്മൾ പറഞ്ഞു ഒരു നക്കിയാണ്. കാരണം എന്താ, ഒരു അനുസരണയില്ല, ഒരു ബന്ധമില്ല. മൂവ്മെൻറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസുമായിട്ട്, ഉദ്ദീപന ദിശക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉദ്ദീപന ദിശക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനം, ഉദ്ദീപന ദിശയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചലനമാണെന്ത്,
നാസ്തിക ചലനം. അങ്ങനെയെങ്കിൽ അതിന് ഉദാഹരണം എന്താ? ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. തൊട്ടാവാടിൻ്റെ ചലനം, മൂവ്മെൻറ്റ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഇപ്പോൾ ഇതൊരു തൊട്ടാവാടിയാണെങ്കിൽ ആ തൊട്ടാവാടി നമ്മൾ ഇവിടെ നിന്നാണ് തൊടുന്നത് വിചാരിക്കുക, ഈ ഭാഗത്ത് നിന്ന് തൊട്ടാൽ അത് ഈ ഭാഗത്തേക്ക് തന്നെ എന്താണ് ഇങ്ങനെ വീഴണമെന്നില്ല. ഇനി അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീഴണമെന്നില്ല. അത് അങ്ങോട്ട് വീഴാം, ഇങ്ങോട്ട് വീഴാം, ഇങ്ങോട്ട് വീഴാം, എങ്ങോട്ടും വീഴാം. 30-60 ഡിഗ്രി 360 ഡിഗ്രിയിൽ അത് എങ്ങോട്ടും ശരിയാവും. കാരണം അത് യാതൊരു ബന്ധമില്ല. അത് നമ്മൾ എവിടെ നിന്നാണോ തൊടുന്നത് അതിനായിട്ട് യാതൊരു ബന്ധമില്ല. മറ്റേത് അങ്ങനെയല്ല. ജലം ഈ ഭാഗത്താണെങ്കിൽ വേരിങ്ങോട്ടായിരിക്കും, ഷൂട്ട് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രകാശം ആ ഭാഗത്തുനിന്നാണെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ സ്റ്റെമ്മ് കാണ്ഡം അങ്ങോട്ടായിരിക്കും, വേര് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഊഹിക്കാൻ പറ്റും. ടച്ച് എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അത് വളരുക. കെമിക്കൽസ് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും എന്ത് ചെയ്യുക? പൊള്ളൻ ട്യൂബ് വളരുക. പിന്നെ ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടായിരിക്കും, സോ റൂട്ട് എപ്പോഴും താഴോട്ടാണ് വളരുക. അതൊക്കെ ഒരു ബന്ധമുണ്ട്. പക്ഷേ തൊട്ടാവാടിൻ്റെ ചലനം അങ്ങനെയല്ല, ഒരു ബന്ധം ഉണ്ടാവില്ല. സ്റ്റിമുലസ് ചിലപ്പോൾ ഈ ഭാഗത്തേക്കരം വരിക, മൂവ്മെൻറ്റ് ചിലപ്പോൾ അങ്ങോട്ടേക്കരം, ചിലപ്പോൾ ഇങ്ങോട്ടാവാം, ചിലപ്പോൾ അങ്ങോട്ടാവാം, എങ്ങോട്ടെങ്കിലുമൊക്കെ ആവാം. എങ്ങോട്ടേലൊക്കെ ആവട്ടെ സാർ. അതെ, എന്നാൽ പോട്ടെ, അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ഞാനും പോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ.